കുറേയൊക്കെ ഒതുക്കി പറക്കി അങ്ങനെ പോകുന്നതിന് മുമ്പ് കുറേ കൂടെയൊക്കെ വൃത്തിയാക്കേണ്ടി വരും. ലാസ്റ്റ് എന്തായാലും ഒന്നും കൂടെ ഇതുപോലെ ഒതുക്കി പറക്കേണ്ടി വരും. എന്നാലും നിങ്ങള് ശരിക്കും എന്തിനാ വന്നേ? വെറുതെ ഇറങ്ങാൻ വന്നയാ? നിങ്ങൾ ഷോപ്പിങ്ങിന് വന്നതാ? പറ. എന്താ ഷോപ്പിംഗ്? നാട്ടിലേക്കുള്ള ഷോപ്പിംഗ്. എവിടെ പോന്ന്? ഇങ്ങോട്ട് നോക്ക. എവിടെ പോന്ന്? എന്തിനാ ഇപ്പൊ കൊടുക്കുന്നേ? എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സാധനങ്ങളോട് ഇങ്ങനെ വിറ്റോണ്ടിരിക്കുകയാണ്. ഹലോ, അപ്പോൾ നിങ്ങൾ തമ്പനിയിലൊക്കെ കണ്ടതുപോലെ ഇൻട്രോയിലൊക്കെ കണ്ടതുപോലെ ഞങ്ങൾ നാട്ടിലേക്ക് പോകുകയാണ്. അതിനു മുമ്പേ ഉള്ള കുറച്ച് ഒരുക്കങ്ങളാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. എനിക്ക് ആദ്യം തന്നെ എൻ്റെ അലമാരി ഫുള്ള് ഒതുക്കിയാലേ പറ്റൂ. കുറച്ചധികം ദിവസമായി ഒന്ന് ഒതുക്കി പറക്കിയിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടില്ലായിരുന്നോ എന്താ ഞാൻ ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്, എന്താ ഇപ്പോൾ പഠിക്കുന്നതെന്ന്. ഞാൻ സ്വന്തമായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ, ഒരു 10-15 ദിവസത്തിനകേ ആയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. ഞാൻ കുറച്ചുകൂടെയൊക്കെ ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒതുക്കി പറക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം അത് വന്നതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് ഓരോന്നൊക്കെ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ അത് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സാധാരണ ഞാൻ എന്തുണ്ടെങ്കിലും അപ്പം വ്ളോഗിൽ കാണിക്കുന്നതാണ്. ഇത് പക്ഷേ എന്തോ ഒന്ന് സെറ്റായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അലമാരിയിലുള്ളതെല്ലാം ഇങ്ങനെ മാറ്റുകയാണ്. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കാനാണ് ഇപ്പോൾ ഉദ്ദേശം. പിന്നെ വേണ്ടാത്തതൊക്കെ കളയാനുണ്ട്. അങ്ങനെ ഇതെല്ലാം എനിക്കിപ്പോൾ നാട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. ഇതിൽ കുറച്ച് മരുന്നും കാര്യങ്ങളും ഇപ്പം നമുക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതിപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിപ്പുണ്ട്. എന്തായാലും ലാസ്റ്റ് ഒന്നും കൂടെ ഇത് മൊത്തം വൃത്തിയാക്കേണ്ടി വരും. തുണികളെല്ലാം വാരി പറക്കി കട്ടിലയിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ 3 പേരുടെയും കൂടെ ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേണ്ടുന്നതൊക്കെ ഇങ്ങനെ മാറ്റി, അപ്പൂസിന് ചെറുതായതൊക്കെ എടുത്ത് മാറ്റി, കളയേണ്ടതൊക്കെ എടുത്ത് തലയിൽ കളഞ്ഞു. പിന്നെ അച്ഛത്തിന് ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വേണ്ടാത്തതൊക്കെ എടുത്ത് പറക്കി വേസ്റ്റ് കൊണ്ട് കളയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ട്. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൂസാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ നമ്മൾ വേസ്റ്റായിട്ട് എടുത്ത് കളയുന്നതെല്ലാം പറക്കി എടുത്ത് പിന്നെ എടുത്ത് കട്ടിലിലോട്ട് ഇടുമായിരുന്നു. അങ്ങനെ പിന്നെ അലമാരയുടെ മേളിൽ ഇതുപോലെ കുറേ സാധനങ്ങൾ പലപ്പോഴായിട്ട് എടുത്ത് വെച്ചതൊക്കെ ഒതുക്കി പറക്കി മാറ്റുകയാണ്. വേണ്ടാത്തതൊക്കെ എടുത്ത് കളയുകയാണ്. അതുകൊണ്ട് ആ ഒരു പെട്ടിക്കകത്ത് നമുക്ക് പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. പിന്നെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് ഒരുപാട് സമയമായിരുന്നു. എന്തായാലും വൃത്തിയാക്കി തുടങ്ങിയത് കൊണ്ട് ഫുള്ള് ക്ലീൻ ചെയ്ത ശേഷമാണ് പിന്നെ ഞങ്ങൾ പോയി കുളിച്ചതും ഫ്രഷ് ആയതും ഒക്കെ. അതിലേക്ക് 1 വർഷം കഴിഞ്ഞു പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇത് പെട്ടെന്നൊരു യാത്രയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. കുറേയൊക്കെ ഒതുക്കി പറക്കി എന്നിട്ട് കുറേ വേസ്റ്റ് കൊണ്ട് കളഞ്ഞു. ഇനിയും സത്യം പറഞ്ഞാൽ പോകുന്നതിന് മുമ്പ് കുറേ കൂടെയൊക്കെ വൃത്തിയാക്കേണ്ടി വരും. ലാസ്റ്റ് എന്തായാലും ഒന്നും കൂടെ ഇതുപോലെ ഒതുക്കി പറക്കേണ്ടി വരും. എന്നാലും കുറേയെങ്കിലും ഒതുങ്ങിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ്. ഇപ്പോൾ തന്നെ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം, കുളിക്കണം, ഉറങ്ങണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. അകത്തിരിക്കുന്ന പാത്രം ഒന്ന് നേരെ വെക്കണേ. ഏറ്റവും അടിക്ക് തുറക്കണം. താഴെ താഴെ എവിടെ പോന്ന്? ഇങ്ങോട്ട് നോക്ക. എവിടെ പോന്ന്? എന്തിനാ ഇപ്പൊ കൊടുക്കുന്നേ? എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സാധനങ്ങളോട് ഇങ്ങനെ വിറ്റോണ്ടിരിക്കുകയാണ്. എന്തോ കാര്യമൊക്കെ പിന്നെ പറയാം. അതെ, അപ്പൊ പോയിട്ടോ. ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു വ്ളോഗിൽ ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ കയറിയില്ലേ, ആ ഒരു വ്ളോഗിന്റെ കുറച്ച് ഭാഗം കൂടാണേ. ഞങ്ങള് ശരിക്കും എന്തിനാ വന്നേ? വെറുതെ ഇറങ്ങാൻ വന്നയാ? നിങ്ങൾ ഷോപ്പിങ്ങിന് വന്നതാ? പറ. എന്താ ഷോപ്പിംഗ്? നാട്ടിലേക്കുള്ള ഷോപ്പിംഗ്. ഞങ്ങള് നാട്ടിലേക്ക് പോവാണ്. അപ്പൊ അതിനു വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു.
നമ്മളിങ്ങനെ പെട്ടെന്ന് പോകാനൊരു പ്ലാൻ ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു സാധനവും വാങ്ങുന്നില്ല. എന്നാലും വീട്ടിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ല. എന്താ കാര്യം, എന്താ പെട്ടെന്ന് നാട്ടിൽ പോകുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഒന്നും വാങ്ങുന്നില്ല. നമ്മൾ സാധാരണ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലോട്ട് വരുമ്പോൾ എല്ലാവരും എന്തൊക്കെയോ പ്രതീക്ഷിക്കും. പക്ഷേ നമ്മൾ ഒരു സാധനങ്ങളും പ്രത്യേകിച്ച് ഒരു സാധനവും ഈ വട്ടവും വാങ്ങിക്കുന്നില്ല. അത്യാവശ്യം വേണ്ടുന്ന വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു. ചെറിയ ഷോപ്പിങ്ങാണ്. നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചോളൂ. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം. ഇനിയിപ്പോൾ നേരെ ഫ്ലാറ്റിലോട്ട് പോവാം. ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ.